ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് കൊട്ടിയൂർ കാഴ്ചകളാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഈ മാസം മെയ് 23-നാണ് ഉത്സവം തുടങ്ങുന്നത്. മെയ് 23 മുതൽ ജൂൺ 24 വരെയാണ് ഉത്സവം. ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളും പ്രധാന ദിവസങ്ങളും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. നമ്മുടെ യാത്ര കൊട്ടിയൂരിലേക്കാണ്. വീഡിയോ കാണുന്ന നിങ്ങളോട് ആദ്യമേ ഒന്ന് പറയട്ടെ, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായും എഴുതി അറിയിക്കുക. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കൊട്ടിയൂരിലേക്കുള്ള യാത്രകൾ തന്നെ മനോഹരമാണ്. റോഡിൻ്റെ ഇരുവശത്തെ കാഴ്ചകളും കണ്ട് മലയോര മേഖലയിൽ കൂടിയുള്ള ഈ യാത്ര അത്രയേറെ ഇഷ്ടപ്പെടുന്നതാണ്. ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ 2026 വൈശാഖ മഹോത്സവത്തിന് തുടക്കമാവുന്നത് മെയ് മാസം 23 മുതൽ ജൂൺ 24 വരെയാണ്. 28 ദിവസങ്ങളിലായാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത്. മഴയും മഞ്ഞും കാട്ടാറുകളും എല്ലാം ചേർന്നുള്ള മനോഹരമായൊരു കാഴ്ചയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നമുക്ക് കാഴ്ചവെക്കുന്നത്. ഭണ്ഡാരം എഴുന്നള്ളത്ത് മുതൽ ഉത്രാടം വരെ ദേവന്മാരുടെ ഉത്സവവും തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവമാണ്. മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം. മേടമാസം വിശാഖം നാളിൽ ഉത്സവത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് ഇക്കരെ കൊട്ടിയൂർ പറക്കൂഴം കൂടും. കൂടാതെ കൊട്ടിയൂരിൽ നിന്നും 13 കിലോമീറ്റർ അകലെയുള്ള മണത്തണയിലെ ശ്രീ പോർക്കലി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ആയില്യാർക്കാവിലും ആലോചന നടക്കും. 28 ദിവസം നീളുന്ന വൈശാഖ ഉത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാക്കരുത് എന്നാണ് വൈദിക വിധി. ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം മുഴുവനാക്കാതിരുന്ന പൂജകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ്. 26 മെയ് മാസം 23 തുടങ്ങുന്ന വൈശാഖ മഹോത്സവം ജൂൺ 24 പൂർത്തിയാകുന്നു. പ്രധാന ചടങ്ങുകൾ: മെയ് 23 നീരെഴുന്നള്ളത്ത്, മെയ് 29 നെയ്യാട്ടം, മെയ് 28 മുതിരേരിക്കാവിൽ നിന്നുള്ള വാൾവരവ്, മെയ് 30 ഭണ്ണാരം വരവ്, ജൂൺ 5 തിരുവോണം ആരാധന, ജൂൺ 7 ഇളനീർ വെപ്പ്, ജൂൺ 8 ഇളനീരാട്ടം, അഷ്ടമി ആരാധന, ജൂൺ 10 രേവതി ആരാധന, ജൂൺ 14 രോഹിണി ആരാധന, ജൂൺ 16 തിരുവാതിര ചതുശം, ജൂൺ 17 പുണർദം ചതുശം, ജൂൺ 19 ആയില്യം ചതുശം, ജൂൺ 20 മകം കലംവരവ്, ജൂൺ 23 അത്തം ചതുശം, കലശപൂജ, വാളാട്ടം, ജൂൺ 24 തൃക്കലശാട്ട്. ഇതൊക്കെയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഏറ്റവും പ്രധാന ദിവസങ്ങൾ. ഇവയിൽ ഓരോന്നും എടുത്തു പറയേണ്ട ചടങ്ങുകളാണ്. സ്ത്രീകൾ പ്രധാനമായും മെയ് 30 അർദ്ധരാത്രി ഭണ്ണാരം അക്കരെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപും ജൂൺ 20 മകം നാൾ ഉച്ചശീവേലിക്ക് ശേഷവും അക്കരയിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഓരോ ചടങ്ങുകളിലും ഓരോ പ്രത്യേകതകളുണ്ട്. നെയ്യാട്ടമാണ് ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിനെ കഴിഞ്ഞും ഭക്തിയുള്ള ചടങ്ങുകൾ വേറെയുമുണ്ട്. നെയ്യാട്ടം മലബാറിലെ കുറുപ്പ്, നമ്പ്യാർ, നായർ വിഭാഗക്കാരാണ് നെയ്യമൃത് എത്തിക്കുക. ഇരുവനാട്ട്, വല്ലിപ്പലാൻ വലിയ കുറുപ്പ്, കുറ്റ്യാട്ടൂർ, തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാർ എന്നിവരാണ് നെയ്യമൃത് സ്ഥാനികർ. പ്രക്കുഴം മുതൽ ഇവർ കഠിനമായ വ്രതമാചരിക്കുകയും അത്തന്നാളിൽ പ്രത്യേകമായി തയ്യാറാക്കിയ നെയ് കലശപാത്രത്തിലും നെയ്ക്കിണ്ടികളിലും നിറയ്ക്കുന്നു. തുടർന്ന് വാങ്ങി തറ്റുടുത്ത് നെയ്യമൃത് എഴുന്നള്ളിക്കുന്നു. വലിയ കുറുപ്പും മൂത്ത നമ്പ്യാരും ചൂരൽ വടിയും മറ്റു വ്രതക്കാർ ചൂരൽ മുദ്ര കഴുത്തിലണിയുകയും ചെയ്യുന്നു. ചോതിനാൾ രാവിലെയോടെ വല്ലിപ്പലാൻ വലിയ കുറുപ്പിന്റെ സംഘവും നമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെ സംഘവും ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഒന്നിച്ച് കലശപാത്രം ഓംകാരം മുഴക്കി കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്നു. ഇതിനു പിന്നാലെ മറ്റു വ്രതക്കാർ നെയ്ക്കിണ്ടിയും എഴുന്നള്ളിക്കുന്നു. ഉച്ചയോടുകൂടി പാമ്പറപ്പാൻ പാലത്തിലെത്തുന്ന ഇവർ ഹരിഗോവിന്ദ എന്ന നാമജപത്തോടെ വാവലി തീരത്തും പ്രത്യേകം നിശ്ചയിച്ച സ്ഥാനത്തും കലശവ്രതവും നെയ്ക്കിണ്ടികളും കാട്ടിലകൾ, കല്ലുകൾ, വള്ളിച്ചെടികൾ എന്നിവ ഉപയോഗിച്ച് മറച്ചുവെക്കുന്നു. മുതിരേരിവാൾ ഇക്കരെ എത്തിയാൽ
ജന്മസ്ഥാനികർ കലശപാത്രവുമായി അക്കരെ സന്നിധാനത്തിലേക്ക് പ്രവേശിക്കുന്നു. അക്കരെ സന്നിധാനത്തിലെ വാളറയുടെ മച്ചിന്റെ പുറത്ത് കലശപാത്രം വെച്ച് വ്രതക്കാർ കയ്യാലകളിലേക്ക് നീങ്ങുന്നു. പഞ്ചപുണ്യാഹം കഴിച്ച് ചോതിവിളക്ക് തെളിയിച്ചാൽ വ്രതക്കാർ മന്നഞ്ചേരിയിൽ ചെന്ന് കുളിച്ച് തറ്റൊടുത്ത് മണിത്തറയ്ക്ക് സമീപം ചെന്ന് നിൽക്കുന്നു. തുടർന്ന് നാളം തുറന്ന് പാത്തി വെച്ചാൽ നെയ്യൊരുക്കുവാനുള്ള ഓടയും തീയും കൊണ്ടുവരാൻ കേളനെ വിളിക്കുന്നു. ശേഷം നെയ്യ് ഒരുക്കി കുറുപ്പും നമ്പ്യാരും കലശപാത്രം ശിരസിൽ വെച്ച് രാശി വിളിക്കായി കാത്തിരിക്കുന്നു. രാശി വിളിച്ചാൽ നെയ്യാട്ടം ആരംഭിക്കുന്നു. ഉഷാകാമ്പ്രം തിരുമേനിയുടെ നേതൃത്വത്തിലാണ് നെയ്യാട്ടം നടക്കുന്നത്. ആദ്യം വില്ലിപ്ലാൻ കുറുപ്പിന്റെ കലശപാത്രത്തിലെ നെയ്യാണ് പെരുമാൾക്ക് അഭിഷേകം ചെയ്യുന്നത്. തുടർന്ന് നമ്മേങ്ങാടൻ നമ്പ്യാരുടെ കലശപാത്രത്തിലെ നെയ്യും പെരുമാൾക്ക് അഭിഷേകം ചെയ്യുന്നു. വില്ലിപ്ലാൻ കുറുപ്പിന്റെ കലശപാത്രത്തിലെ നെയ്യഭിഷേകത്തോടെ തുടങ്ങുന്ന നെയ്യാട്ടം തൃക്കപാവം മഠക്കാരുടെ നെയ്യഭിഷേകത്തോടെ അവസാനിക്കുന്നു. രണ്ടാം ദിവസമായ വൈശാഖ നാളിൽ ഭണ്ണാരം എഴുന്നള്ളത്താണ്. ഭണ്ണാരങ്ങൾ സൂക്ഷിക്കുന്നത് കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിലെ കരിമ്പനക്കൽ ഗോപുരത്തിലാണ്. മണത്തണ ഗ്രാമത്തിൽ നിന്ന് സ്വർണം, വെള്ളി പാത്രങ്ങളും ദൈവിക ആഭരണങ്ങളും ഒക്കെ കൊണ്ടുവരും. ഇവയുടെ സൂക്ഷിപ്പുകാരികളായ കുടിപതികൾ, ഏഴില്ലക്കാർ തുടങ്ങിയ തറവാട്ടുകാർ അടിയന്തരം നടത്തുന്ന യോഗികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ചു വരുന്നു. അർദ്ധരാത്രിയോടുകൂടി കൊട്ടിയൂരിൽ എത്തിച്ചേരുന്ന ഭണ്ണാരങ്ങൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വിശ്രമിച്ചതിന് ശേഷം അർദ്ധരാത്രിയോടുകൂടി അക്കര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. അക്കര ക്ഷേത്രത്തിൽ ഭണ്ണാരങ്ങൾ എഴുന്നള്ളിച്ചതിന് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഈ കാരണത്താൽ അന്നേ ദിവസം ഒരുപാട് സ്ത്രീകൾ ഇക്കരയിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. ഭണ്ണാരം അക്കരെ പ്രവേശിക്കുന്നതും കാത്താണ് അവർ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് അവരും അക്കരയിലേക്ക് പ്രവേശിക്കും. മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയം. ബാവലിയിൽ നിന്ന് കിഴക്കു ഭാഗത്തു കൂടി ഒഴുകി വരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറയെ വലം വെച്ച് പടിഞ്ഞാറോട്ടൊഴുകി ബാവലിയിൽ തന്നെ എത്തിച്ചേരും. ബാവലിയിലെ കല്ലുകളും മണ്ണും കൊണ്ടാണ് മണിത്തറ ഉണ്ടാക്കുന്നത്. ഐശ്വര്യദായിനിയും ആദിപരാശക്തിയുമായ ഭഗവതിയുടെ സാന്നിധ്യമുള്ള അമ്മാറക്കല്ലുമുണ്ട് ഇവിടെ. ഉത്സവകാലത്ത് 34 താൽക്കാലിക ഷെഡുകൾ കെട്ടും. അമ്മാറക്കല്ലിന് മേൽക്കൂരയില്ല, ഒരു ഓലക്കുടയാണ് ഉള്ളത്. ശ്രീ പാർവതി സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. തിരുവഞ്ചിറയിലെ ശയനപ്രദക്ഷിണം പ്രത്യേകതയുള്ളതാണ്. മുട്ടപ്പം വെള്ളത്തിലൂടെ കണ്ണുകെട്ടിയാണ് ശയനപ്രദക്ഷിണം നടത്തുന്നത്. രാപകൽ ഒരുപോലെ വിറകരിയുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തിരുവടുപ്പുകളിൽ നിന്ന് ചാരം നിത്യവും ശിവഭൂതഗണങ്ങൾ നീക്കം ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. ഒരുപാട് ജാതിക്കാർക്ക് ആചാരമായി ചടങ്ങുകളുള്ള ക്ഷേത്രമാണ് കൊട്ടിയൂർ. വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ ഒരുമിച്ച് അണിചേരും. ഉത്സവം നടത്താൻ ചുമതലക്കാരായ വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്ത് താമസിക്കുന്നത് ക്ഷേത്രത്തിൽ കാണാം. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് വെള്ളത്തിലൂടെ നടന്നാണ്. ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല. കൂടാതെ രാജകുമാരന്മാരും ഇവിടെ പ്രവേശനമില്ല. കണ്ണൂരിൽ നിന്ന് 68 കിലോമീറ്റർ തെക്ക് കിഴക്കും തലശ്ശേരിയിൽ നിന്ന് 58 കിലോമീറ്റർ വടക്ക് കിഴക്കുമായാണ് കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നത്. രണ്ടിടത്തു നിന്നും കൂത്തുപറമ്പ്, നെടുമ്പൊയിൽ, കേളകം വഴി കൊട്ടിയൂരിൽ എത്തിച്ചേരാം. വയനാട് നിന്ന് വരുന്നവർ ബത്തേരി, മാനന്തവാടി, ബോയ്സ് ടൗൺ, പാൽച്ചുരം, അമ്പായത്തോട് വഴിയും എത്താം. മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നിന്നും 24 കിലോമീറ്ററും തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് 46 കിലോമീറ്ററും മാത്രമേ ഇവിടേക്കുള്ള ദൂരമുള്ളൂ. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരിയും കണ്ണൂരുമാണ്. അങ്ങനെ നമ്മൾ കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്ത് എത്തിയിരിക്കുകയാണ്. കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്ത് എത്തിയാൽ കാണുന്ന മനോഹരമായ കാഴ്ചകളാണ് വലിയ മരങ്ങളും. ഒരു പ്രകൃതി ഭംഗി ഇവിടെ ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് നമുക്ക്. ഉത്സവകാലം ആകുമ്പോഴേക്കും ഇവിടെയൊക്കെ വാഹനങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കും. ഭയങ്കര തിരക്കൊക്കെയുള്ള ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ. ഇവിടെ എല്ലാം വാഹനങ്ങളായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ആദ്യ കവാടമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇത് കവാടമല്ല, ഇത് നമ്മൾ ഒരു സൈഡിൽ കൂടെയാണ് ക്ഷേത്രത്തിനകത്തേക്ക് കയറി പോകുന്നത്. അപ്പുറത്ത് കവാടമുണ്ട്. കവാടത്തിന് നേരെ വേണമെങ്കിൽ ക്ഷേത്രത്തിനകത്തേക്ക് കയറി പോകാം. അതും ഒരു കാഴ്ചയാണ്. ഇവിടെ എല്ലാം കരിങ്കല്ല് പാകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഗ്രൗണ്ട് മുഴുവൻ വാഹനങ്ങളായിരിക്കും. ഉത്സവകാലത്ത് മുഴുവനും വാഹനങ്ങളും കച്ചവടക്കാരും എല്ലാം കൊണ്ട് ഈ ഭാഗങ്ങളെല്ലാം നിറയും. നല്ല തിരക്കുള്ള ഭാഗങ്ങളായിരിക്കും ഇവിടെയൊക്കെ. ഇവിടെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഇവിടെ എല്ലാം ഇപ്പോൾ ഇങ്ങനെ ചെറിയ കാടൊക്കെ പിടിച്ച് കിടക്കുക. ഇതെല്ലാം വൃത്തിയാക്കി ഈ തറകളെല്ലാം ഇരിക്കാൻ പറ്റുന്ന വിധത്തിലൊക്കെ ആക്കി വെക്കും. ഇപ്പൊ ഇവിടെ ചെറിയ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെയൊക്കെ കാഴ്ചകൾ
കാഴ്ചകൾ കാണാം. അതുകൊണ്ട് മഴ പെയ്തതിന്റെ ഒരു ലക്ഷണമൊക്കെ ഇവിടെയുണ്ട്. ഇപ്പം മെല്ലെ വേനൽ മഴയൊക്കെ തുടങ്ങി. അപ്പം മെയ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു നല്ലപോലെ മഴയൊക്കെ പെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഇക്കര ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇക്കര ക്ഷേത്രത്തില് ഉത്സവകാലത്ത് നിത്യപൂജകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ക്ഷേത്രനട തുറന്നിട്ടിരിക്കും. സേനകൾ കയറി തൊഴാനുള്ള സൗകര്യം ചെയ്തിരിക്കും. അക്കരയിലാണ് നിത്യപൂജകളും ഇതെല്ലാം അക്കരയിലാണ് ഉണ്ടാവുക. പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം അക്കരയാണ് ഉണ്ടാവുക. ഒരു മാസത്തോളം കാലം ഇക്കര ക്ഷേത്രം പൂജകളൊന്നും ഇല്ലാതെ അടച്ചിടും. അടച്ചിട്ടാലും ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശനം ഉണ്ടായിരിക്കും. അതിനാൽ അക്കര ക്ഷേത്രം ദർശനം നടത്തുന്ന എല്ലാ ഭക്തജനങ്ങളും കൊട്ടിയൂരിലെ ഇക്കര ക്ഷേത്രത്തിലും ദർശനം നടത്തിയേ മടങ്ങാറുള്ളൂ. മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത പൂജകളും പ്രത്യേകതകളും കൊട്ടിയൂരുണ്ട്. കൊട്ടിയൂര് അക്കര ക്ഷേത്രത്തിൽ നടക്കുന്ന ഓരോ ചടങ്ങുകളും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചടങ്ങുകളാണ്. മുതിരേരി കാവിൽ നിന്നുള്ള വാളുവരവും ഇളനീർ വെപ്പും ഇളനീരാട്ടവും ഒക്കെ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. കൊട്ടിയൂർ ക്ഷേത്രത്തില് മുതിരേരി വാള് വരുന്ന ഒരു ചടങ്ങുണ്ട്. അത് ഒരു മഹത്തായ ചടങ്ങാണ്. വീരഭദ്രന്റെ വാള് ദക്ഷനെ വധിച്ച വാള് വലിച്ചെറിഞ്ഞ് വീണ സ്ഥലമാണ് മുതിരേരിക്കാവ്. മുതിരേരിക്കാവിലെ വാള് വരവ് വളരെ മനോഹരമായ ഒരു ചടങ്ങാണ്. ആ കാഴ്ചകൾ കാണാൻ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. മുതിരേരിക്കാവിലെ വാള് വരവും കാഴ്ചകളും ഒക്കെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ട്രാവൽ സിറ്റി 916 എന്ന ചാനൽ ഞങ്ങൾ ഇതിനു മുമ്പും ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഒക്കെ ഒന്ന് കാണാവുന്നതാണ്. ഈ വർഷത്തെ ചടങ്ങുകളും വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്ന കവാടമാണ്. അങ്ങ് ദൂരെ ക്ഷേത്രം നമുക്ക് കാണാം. മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ വഴിയിൽ കൂടി നടന്ന് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. മറ്റെങ്ങും കിട്ടാത്ത ഒരു ക്ഷേത്രത്തിൽ പോയാലും നമുക്ക് ഇത്രയും മനോഹരമായ ഒരു കാഴ്ചകളോ അല്ലെങ്കിൽ ഇത്രയും മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയോ കാണാൻ കഴിയില്ല. നിങ്ങൾ കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ വരാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും കൊട്ടിയൂർ മഹാക്ഷേത്രവും ഈ യാഗഭൂമിയും സന്ദർശിക്കണം. അത്രയും മനോഹരമായ, അത്രയും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന, അത്രയും നമുക്ക് മനസ്സിന് പോസിറ്റീവ് എനർജി തരുന്ന ഒരു ക്ഷേത്രം വേറെയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ കൊട്ടേരിക്കാവിന്റെ കവാടമാണ് ഈ കാണുന്നത്. കൊട്ടേരിക്കാവ് വർഷത്തിൽ 2 പ്രാവശ്യം മാത്രമേ അതിനകത്ത് പ്രവേശനമുള്ളൂ. കൊട്ടേരിക്കാവിലേക്ക് കയറുന്നതിൻ്റെ അവിടെ തന്നെയാണ് നമുക്ക് കാല് കഴുകാനുള്ള ഒരു സ്ഥലമുള്ളത്. അവിടുന്ന് കാല് കഴുകി ഭഗവാനെ ദർശിക്കാൻ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോകുമ്പോൾ തന്നെ നട തുറന്നിരിക്കുന്ന നേരായ വഴി നമുക്ക് കാണാം. ഭഗവാനെ നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ടാണ് ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നത്. പഴയ കാലത്തെ ക്ഷേത്ര പ്രൗഢി വിളിച്ചോതുന്ന ഈ മനോഹരമായ ക്ഷേത്രം ഒരിക്കലെങ്കിലും സന്ദർശിക്കുക. അത്രയേറെ നമുക്ക് ഭഗവാന്റെ മുന്നിൽ കിട്ടുന്ന എനർജി വേറെ തന്നെയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ കാലത്ത് ഇത് 10 മടങ്ങാണ്. ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന അക്കരെ കൊട്ടിയൂർ സന്ദർശിക്കുന്ന ഏതൊരു ഭക്തനും അവിടെ നിന്നും മടങ്ങിപ്പോകുവാൻ തോന്നില്ല. അതാണ് അക്കരെ കൊട്ടിയൂരിലെ കാഴ്ചകളും വിശേഷങ്ങളും. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇളനീർ അഭിഷേകം. ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ദിവസമാണ് ഇളനീർ വെപ്പിനും ഇളനീർ ആട്ടത്തിനും. ഈ വർഷത്തെ ഇളനീർ വെപ്പ് ജൂൺ 7-നും ഇളനീരാട്ടം ജൂൺ 8-നുമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് രോഹിണി ആരാധന. ഉത്സവം തുടങ്ങി ആദ്യ 11 ദിവസം ശിവൻ കോപാകുലനായിരിക്കും. കോപം തണുക്കാൻ നീരഭിഷേകം, ഇളനീരഭിഷേകം, കളഭാഭിഷേകം എന്നിവ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കും. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു ചടങ്ങാണ് രോഹിണി ആരാധന അല്ലെങ്കിൽ ആലിംഗന പുഷ്പാഞ്ജലി. വിഗ്രഹത്തെ കുറുമാത്തൂർ വലിയ നമ്പൂതിരിപ്പാട് ശൈവ സാന്ത്വനത്തിനായി പുഷ്പവൃഷ്ടി നടത്തി ആലിംഗനം ചെയ്യും. പൂജകൻ 2 കൈകളാലും ചുറ്റിപ്പിടിച്ചു വിഗ്രഹത്തിൽ തല ചേർത്ത് നിൽക്കും. സതി നഷ്ടപ്പെട്ട ശ്രീ പരമേശ്വരനെ വിഷ്ണു സാന്ത്വനിപ്പിക്കുന്നതിന്റെ പ്രതീകമാണത്രേ ഈ ചടങ്ങ്. അതീവ ഭക്തി ചൈതന്യമായ ഈ കാഴ്ചകൾ കാണാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ അക്കരെ കൊട്ടിയൂരിൽ എത്തിച്ചേരുന്നു. ആ സമയത്ത് തിരുവഞ്ചിറക്ക് ചുറ്റും ഹരിഗോവിന്ദ മന്ത്രങ്ങൾ ഉയർത്തി ഭക്തജനങ്ങൾ നിറഞ്ഞ ഭക്തിയോടുകൂടി നോക്കി കാണുന്നുണ്ടാകും. മണ്ണും മഴയും കാട്ടാറുകളുമെല്ലാമുള്ള കൊട്ടിയൂരും പരിസരങ്ങളും ഉണരുന്നത് മഴക്കാലത്താണ്. കാടിന്റെ വന്യതയിലും കാട്ടാറിന്റെ രൗദ്രതയിലും 28 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവം കണ്ണൂരുകാരുടെ മാത്രമല്ല ഏതൊരു ശൈവ വിശ്വാസിയുടെയും ഭക്തിയെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കൊട്ടിയൂരിൽ നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടോടുകൂടി അവസാനിക്കുന്ന കൊട്ടിയൂർ ഉത്സവം വൈശാഖ മഹോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുരാണങ്ങളോളം തന്നെ
തന്നെ പഴക്കമുള്ളതാണ് കൊട്ടിയൂരിന്റെ ചരിത്രവും. ഇത് അന്വേഷിച്ച് ചെന്നാൽ എത്തി നിൽക്കുന്നത് ദക്ഷന്റെ യാഗഭൂമിയായ കൊട്ടിയൂരിലും. ഒരിക്കൽ ദക്ഷന്റെ യാഗഭൂമിയായിരുന്നുവത്രേ കൊട്ടിയൂർ. തന്റെ സമ്മതപ്രകാരം അല്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത പുത്രിയായ സതിയെയും ശിവനെയും അപമാനിക്കുക എന്ന ഉദ്ദേശത്തിൽ സതിയുടെ പിതാവായ ദക്ഷൻ ഒരു യാഗം നടത്തി. ശിവനെയും സതിയെയും ഒഴിവാക്കി ദക്ഷൻ 14 ലോകത്തെ എല്ലാവരെയും യാഗത്തിന് ക്ഷണിച്ചു. പിതാവിനോടുള്ള സ്നേഹം മൂലം സതി യാഗത്തിൽ പങ്കെടുക്കാനെത്തി. എന്നാൽ യാഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് ശിവൻ സതിയെ വിലക്കിയിരുന്നു. അവിടെ ചെന്നാൽ അപമാനിക്കപ്പെടുമെന്നും അപമാനിതയായാൽ തിരിച്ചു കൈലാസത്തിൽ പ്രവേശിക്കരുത് എന്നും ശിവൻ സതിയെ വിലക്കിയിരുന്നു. ശിവന്റെ വാക്കുകളെ അവഗണിച്ച് സതി യാഗശാലയിലെത്തി. എന്നാൽ പിതാവായ ദക്ഷനുൾപ്പെടെ സതിയെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ സതി അവിടെ ഇരുന്നു. യാഗത്തിൽ ആവിർഭാഗം തന്റെ ഭർത്താവായ പരമേശ്വരന് വെക്കാത്തതിൽ ദേവി ചോദ്യം ചെയ്തു. ഇതിനെയും അവർ പരിഹസിക്കുകയാണ് ഉണ്ടായത്. യാഗത്തിനിടക്ക് ശിവനെ അവഗണിച്ചത് സഹിക്കവയ്യാതെ സതി യാഗാഗ്നിയിൽ ജീവനൊടുക്കുകയാണ് ഉണ്ടായത്. ഇതറിഞ്ഞ് കൈലാസത്തിലുണ്ടായിരുന്ന ശിവൻ കോപിഷ്ഠനായി. കോപത്തിന്റെ ആധിക്യം മൂലം തന്റെ ജട പറിച്ച് നിലത്തടിച്ചു. ഇതിൽ നിന്നും ഉഗ്രരൂപിയായ വീരഭദ്രൻ രൂപം കൊള്ളുകയും യജമാനന്റെ ആജ്ഞ അനുസരിച്ച് വീരഭദ്രൻ യാഗശാലയിലെത്തി. അവിടെ അക്രമം അഴിച്ചുവിട്ട വീരഭദ്രൻ യാഗശാലയിൽ ഉണ്ടായിരുന്നവരെ ആക്രമിക്കുകയും അവിടെ മുഴുവൻ അടിച്ചു തകർക്കുകയും ചെയ്തു. കൂടാതെ ശിവന്റെ ഇഷ്ടം നിറവേറ്റാൻ വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് അറുത്തെടുക്കുകയും ചെയ്തു. അതിനുശേഷം ആ വാൾ ചുഴറ്റിയെറിഞ്ഞ് വീണ സ്ഥലമാണ് മുതിരേരി. മുതിരേരിക്കാവെന്നാണ് മൂഴിയോട്ടിലം തിരുമേനി വർഷത്തിൽ വാൾ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. നഗ്നപാതനായി കാട്ടിലൂടെയും ഊടുവഴികളിൽ കൂടെയും കൊട്ടിയൂരിലെത്തിച്ചേരുന്ന അക്കരയിൽ കൊണ്ടുപോയി വാളറയിൽ സൂക്ഷിക്കുന്നു. ഇതുപോലുള്ള പുണ്യങ്ങളായ പല ചടങ്ങുകളും നടക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നിങ്ങൾ ഒരിക്കലെങ്കിലും വരണം. ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൺനിറയെ കണ്ട് ഭഗവാന്റെ അനുഗ്രഹം മേടിക്കണം. മെയ് 30 ബണ്ണാരം അക്കരെ ക്ഷേത്രത്തിൽ കയറുന്നതിനു മുൻപും ജൂൺ 20 മകം നാളിൽ ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ഹായ്, അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകളും കാഴ്ചകളും എല്ലാം ഉള്ള ദിവസങ്ങളും എല്ലാം പരിചയപ്പെടുത്തിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.